മാസാണിയമ്മൻ എന്ന ഒരു പേര് കേരളത്തിൽ അത്ര സുപരിചിതമല്ല എങ്കിൽ പോലും തമിഴ്നാട്ടിൽ വളരെ വിശ്വാസമുള്ള ഒരു ദേവീനാമമാണ് മാസാണിയമ്മൻ. ആരാണ് മാസാണിയമ്മൻ? എന്താണ് ഈ കോവിലിൻ്റെ ഐതിഹ്യവും പ്രത്യേകതകളും? മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മാസാണിയമ്മൻ കോവിൽ. അത് സ്ഥിതി ചെയ്യുന്നത് പൊള്ളാച്ചിയിൽ നിന്ന് 14 കിലോമീറ്റർ ഉള്ളിലായി ആനമല റോഡിലാണ് മാസാണിയമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തന്നെ നമുക്ക് ആദ്യമായി നോക്കാം. എങ്ങനെയാണ് ഒരു ദേവി, മാസാണി എന്ന തമിഴ് പദത്തിനർത്ഥം ശ്മശാനം എന്നാണ്. അപ്പോൾ ഈ ശ്മശാന ദേവിയാണ് മാസാണി. എങ്ങനെയാണ് അൽമുരുകു മാസാണി അമ്മൻ എന്ന ഈ ദേവതയുടെ ഉൽപ്പത്തി എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അതായത് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന നാനി എന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് ഒരുപാട് തോട്ടങ്ങളുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളതും സ്വാദിഷ്ടവുമായിട്ടുള്ള മാങ്ങ അവിടെ കൃഷി ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിശന്ന ഒരു കുട്ടി രാജാവിൻ്റെയോ അല്ലെങ്കിൽ അധികാരികളെയോ അനുവാദമില്ലാതെ അവിടെ നിന്നൊരു മാങ്ങ പറിച്ച് ഭുജിക്കുകയും അത് രാജാവിനെ കോപിഷ്ഠനാക്കുകയും രാജാവ് അങ്ങനെ ആ തെറ്റ് ചെയ്ത കുട്ടിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇതിനെതിരെ ജനങ്ങളും ഗ്രാമവാസികളും ഒക്കെ സംഘടിക്കുകയും രാജാവിനോട് ആ ഒരു ശിക്ഷ പിൻവലിക്കണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ രാജാവ് അത് കേൾക്കാതെ ആ ഒരു വധശിക്ഷ നടപ്പിലാക്കി. അതിൽ കോപാകുലരായിട്ടുള്ള കുപിതരായിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ രാജാവിൻ്റെ കൊട്ടാരം ആക്രമിക്കുകയും രാജാവിനെ വധിക്കുകയും ആ രാജ്യം അവിടെ നിന്ന് ആ രാജാവിൻ്റെ ഭരണത്തിൽ നിന്ന് അതിനെ മുക്തമാക്കുകയും ചെയ്തു. തുടർന്ന് ആ കുട്ടിയുടെ ഓർമ്മയ്ക്കായി അവിടെ ഒരു ക്ഷേത്രം പണിതു, ഒരു സ്മാരകം ക്ഷേത്രവും പണിതു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന പൊള്ളാച്ചിയിൽ കാണുന്ന ആ ഒരു ക്ഷേത്രം, അതായത് ഈ മാസാണിയമ്മൻ കോവിൽ, സീതാ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെക്കോട്ട് യാത്ര തിരിച്ച ശ്രീരാമൻ ഈ ഭാഗത്തെത്തുകയും തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു തിരോധാനത്തിന് പരിഹാരം കാണുവാനും അതിന് ഭാര്യയെ കണ്ടെത്താനും വേണ്ടി അവിടുത്തെ മശാനത്തിൽ നിന്ന് മണ്ണ് കൊണ്ട് ഒരു ദേവീ വിഗ്രഹം ഉണ്ടാക്കി പൂജിച്ചു എന്നാണ് വിശ്വാസം. ഈ രണ്ട് കഥകളിലും ഏതുമാകട്ടെ, പക്ഷേ ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവർക്ക് കിട്ടുന്ന അനുഗ്രഹവും അത് വളരെ വലുതാണ് എന്നുള്ളതാണ് സത്യം. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ തുറന്നു പ്രവർത്തിക്കുന്ന ഈ ഒരു ക്ഷേത്രം 15 അടി നീളത്തിൽ കിടക്കുന്ന ആ മാസാണി ദേവിയുടെ ഒരു വിഗ്രഹമാണ് അവിടെയുള്ളത്. നാഗവും അതുപോലെ തന്നെ ശൂലവും ഒക്കെ കയ്യിലേന്തിയ 4 കൈകളോടുകൂടി കിടക്കുന്ന ഒരു ദേവി വിഗ്രഹം. സാധാരണയായിട്ട് നമുക്ക് വളരെ അപൂർവമായി കാണാൻ പറ്റുന്ന ഒന്നാണ് കിടക്കുന്ന ദേവതകൾ അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറയുന്നത്. ഇത് കിടക്കുന്ന വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിൽ ആളുകൾ എന്തിനൊക്കെയാണ് ആ ദേവിയെ കാണാൻ വരുന്നത് എന്നുള്ളതാണ് വളരെ പ്രത്യേകത. അതായത് നമുക്ക് നീതി ലഭിക്കണം, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ ലഭിക്കണം, സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കണം, സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും മറ്റു രോഗങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകണം, അവരുടെ പരാതികൾ കേൾക്കണം. ഇതിന് അതുപോലെ തന്നെ കടം കൊടുത്ത പണവും ധനവും തിരികെ കിട്ടണം, എനിക്ക് അവകാശപ്പെട്ടതെല്ലാം തിരികെ വേണം. ഇങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഭക്തന്മാർ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എഴുതി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ദേവിയുടെ കയ്യിൽ വയ്ക്കുകയും 90 ദിവസത്തിനുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് വിശ്വാസം. അതുപോലെ നീതി ലഭിക്കുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേണ്ടി അവിടുത്തെ നീതിക്കല്ലിൽ മുളകരച്ച് തേക്കുന്ന ഒരു സമ്പ്രദായം കൂടിയുണ്ട്. അവിടെ നിന്ന് മുളക്, അതുപോലെ തന്നെ ഉപ്പ്, കടുക് ഇവയെല്ലാം വാങ്ങി, നാളികേരം, പഴം ഇവയെല്ലാം വാങ്ങി ഉപ്പും കുരുമുളകും, പുറത്ത് ഒരു ദീപസ്തംഭമുണ്ട്. അവിടുത്തെ ആ മൂപ്പിൽ ഗുരുവിന് അത് അവിടെ കൊണ്ടുവന്ന് ഉഴിഞ്ഞ് സമർപ്പിക്കുകയും തുടർന്ന് അകത്ത് വന്ന് പ്രത്യേക ടോക്കൺ എടുത്ത് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഈ മുളകരച്ച് അവിടെ വലിയൊരു ആട്ടുകല്ലുണ്ട്. ആട്ടുകളിൽ തൻ്റെ ശത്രു അല്ലെങ്കിൽ തൻ്റെ ദുരിതങ്ങൾ വിതയ്ക്കുന്നവരാരാണോ അവരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അത് ആ ആട്ടുകളിൽ അരച്ച് അവിടെയുള്ള നീതിക്കലിൽ
അരച്ച് തേക്കുകയാണെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുമെന്നും 90 ദിവസത്തിനുള്ളിൽ വന്ന് നമ്മളവിടെ എണ്ണയാടി അതിനൊരു സമാപനം കുറിക്കണമെന്നുമാണ് അവിടെയുള്ള ഐതിഹ്യങ്ങൾ പ്രമുഖമായിട്ടുള്ള ഒന്ന്. മാത്രമല്ല, നമ്മളുടെ ആവശ്യങ്ങൾ ദേവിക്ക് എഴുതി സമർപ്പിക്കാനുള്ള ഒരു സജ്ജീകരണം കൂടെ അവിടെയുണ്ട്. അങ്ങനെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ദേവി തൻ്റെ കയ്യിൽ വയ്ക്കുകയും ആ പരാതികൾ പരിഹരിക്കപ്പെടുന്ന ഒരു കോടതിയും സംരക്ഷണം നൽകുന്ന ഒരു രാജസന്നിധിയും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള വിഷമതകൾ മാറ്റുന്ന ഒരു ആശുപത്രിയും ഒക്കെയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് മാസാണിയമ്മൻ കോവിൽ. അപ്പോൾ നമുക്കവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വയ്ക്കുകയും അത് തന്നെ 90 ദിവസത്തിനുള്ളിൽ അതിന് പരിഹാരം കാണുകയും ചെയ്യും എന്നുള്ളതാണ് മാസാണിയമ്മൻ ദേവിയുടെ പ്രത്യേകത. ഇത് ആനമല റൂട്ടിലാണ്, പ്രത്യേകിച്ച് പൊള്ളാച്ചി ജംഗ്ഷനിൽ നിന്ന് ആനമലയിലേക്ക് വരുന്ന വഴി 14 കിലോമീറ്റർ ഉള്ളിലേക്കാണ് മാസാണിയമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് വന്ന് ആ ക്ഷേത്രത്തിലെ ദേവിയിൽ നിങ്ങളുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.